ആദ്യം തന്നെ വലിയൊരു സോറി പറയുന്നു. കാരണം 20th എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് ഡൽഹിക്ക് വരേണ്ട വന്ന കാരണം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. തിരക്കും ട്രെയിനിലൊന്നും പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആയത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുന്നു. പിന്നെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ശരി. നമസ്കാരം ഗൈസ്, ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ നമ്മുടെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ നേരത്തെ എണീറ്റിട്ട് നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോഗിങ്ങിന് ഇറങ്ങി. എനിക്ക് ഈ ക്യാമറ ഒക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് വല്ല ആൾക്കാരോ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ പറമ്പിലേക്ക് വിട്ടു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ 20 ദിവസത്തെ ട്രേഡിംഗ് ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നത്തോടെ. ഇപ്പോൾ സ്ക്രീനിൻ്റെ ഈ സൈഡിൽ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയുള്ള പ്രോഫിറ്റും ലോസസും കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു സൂം സെക്ഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണോ ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് നമ്മൾ ചർച്ചയിലുണ്ട് ഇപ്പോൾ. അതുപോലെ കുറേ പേർക്ക് ബേസ് അറിയില്ല, അപ്പോൾ ബേസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതും ഒരു 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 3 സെക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളെന്താ കരുതണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ലൈക്ക് ഇനി എൻ്റെ വ്ളോഗിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കണേന്നുള്ളത് നിങ്ങളുടെ താല്പര്യം കൂടി രേഖപ്പെടുത്തണം. അങ്ങനെ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ നമ്മുടെ മെയിൻ തിങ് ആയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് പുട്ടും നല്ല ചിക്കൻ കറിയും കട്ടൻ ചായയും. അതടിച്ച് കയറ്റി ഞാൻ നേരെ റെഡി ആയിട്ട് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പേടകം. ഇവനാണ് നമുക്ക് കുറച്ച് മൈലേജ് തരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഡെയിലി യാത്ര. അങ്ങനെ പേടകത്തുമ്പോൾ കയറി നമ്മൾ നേരെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് പോകുന്ന വഴിക്കുള്ള പാടം. ഞാൻ നിർത്തിയിട്ട് ഇതുപോലൊരു നല്ല ഷോട്ട് ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ കയ്യിൽ Insta360 ക്യാമറ കിട്ടിയിരുന്നു. അപ്പോൾ അത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷോട്ടുകളൊക്കെ എടുത്തത്. സംഭവം ക്യാമറ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും മൈൻഡിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനിങ് പോലെ ഒന്നും ആയിരുന്നില്ല ഇന്ന് നമ്മൾ നടന്നത്. ഞാൻ വഴിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ഈ പാടവും ഈ നാടും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്കിതൊക്കെ ഒരുമിച്ച് കാണാമെന്നേ. അങ്ങനെ നമ്മൾ ട്രേഡിംഗ് ഓഫീസിലേക്ക് നൈസായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ 20 ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തുകൊണ്ട് വരുന്നു എനിക്ക് ഇതുവരെയായിട്ടൊരു പ്ലാനില്ല. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. ഇന്ന് അധികം ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ലീവായിരുന്നു. ഞാനും ജോയലും ഹരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ മറ്റേ പാണ്ടിലോറി വരുന്ന പോലെയാണ് ഈ ട്രേഡിൻ്റെ ക്യാൻഡിൽ വരാം. ഒരു വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ആർക്കും അറിയില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തന്നെ വിളിക്കാറുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മാഷാൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ പല ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽപ്പാക്കാൻ ഇതിലൊരു എക്സ്പെർട്ടൊന്നുമല്ല. സോ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി നോക്കി നമുക്ക് നിഫ്റ്റിയിൽ 24,250 കോളാണ് നമ്മൾ എടുത്തിരുന്നത്. ഞാൻ 2 ലോട്ട് എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ചിലവായ പൈസ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് 120 × 50, അതായത് ഏകദേശം ഒരു 6,000 റേഞ്ച് ആയിരുന്നു എൻ്റെ ഇന്നത്തെ എനിക്ക് ഇറക്കിയ പൈസ. സോ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിലേക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ബ്രേക്ക് ചെയ്ത് കണ്ടപ്പോഴാണ് നമ്മൾ എടുത്തത്. ആശാൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ആ ക്യാൻഡിൽ എപ്പോഴും ബ്രേക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നതാണ് എപ്പോഴും സേഫ് ട്രേഡ് എന്ന്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ അത് നോക്കിയിരിക്കാൻ പറ്റില്ല. ആശാൻ പറഞ്ഞ പോലെ തന്നെ അത് നല്ലൊരു റെസിസ്റ്റൻ്റായിട്ട് താഴോട്ട് വന്നു. പക്ഷെ നമ്മൾ ക്വിറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം താഴെ CPR മൂവിങ് ആവറേജും ഒരുമിച്ച് നിൽക്കുന്ന കാരണം അത് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് റിട്ടേൺ കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. റെസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സമയങ്ങളിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം ഈ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻസും നമ്മുടെ മാർക്കറ്റിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. സോ ഈ ടൈമിൽ സ്റ്റെപ്പ് ബാക്കാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു ട്രേഡിങ് ഒരു ഹോബിയായി മാറിയിട്ടുണ്ടാവുമെന്ന് അല്ലെങ്കിൽ ഒരു അഡിക്ഷനായി മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു പേഴ്സണാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മണി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ലൊരു ലോസിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഗ്യാപ്പ്.
അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ജനുവരിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലക്ച്വേഷൻസും ഇതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടുകളും ഒക്കെ ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ SL കൂടിയിട്ടുണ്ടോ ഒക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ട്രേഡ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം പ്രോഫിറ്റിൽ കിടന്നിരുന്ന ട്രേഡ് 600ഉം 700ഉം ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൺട്രോൾ വിട്ട് പോകുന്നുണ്ട് ഗൈസ്. പക്ഷേ SL നമ്മൾ ക്യാൻസൽ ചെയ്യാറില്ല. അതൊരു ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്ന നമ്മുടെ സ്റ്റഡീസൊക്കെ ചതിച്ചിരിക്കുന്നു ഗൈസ്. സ്റ്റഡീസൊക്കെ നേരെ താഴോട്ട് പോയി. അങ്ങനെ ഇന്ന് നമുക്ക് ലോസ് വന്നേക്കാണ്. ഏകദേശം 1040 രൂപയാണ് ലോസ് വന്നത്. ലോസ് വന്നപ്പോൾ ഞങ്ങൾ തളർന്നില്ല ഗൈസ്. ഞാനും ജോയലും കൂടി ഒന്ന് ജസ്റ്റ് ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ ലാസ്റ്റ് 20th എപ്പിസോഡ് ഒരു ലോസിൻ്റെ വീഡിയോ ഇടണമെന്ന് എൻ്റെ അടുത്ത് ഇവരൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ലോസായിട്ട് തന്നെ കാണിക്കാം. എന്തിനാ വെറുതെ ഒരു പ്രോഫിറ്റിൻ്റെ വീഡിയോ കാണിച്ച് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരണേ. ലോസൊക്കെ ഇതിൽ എന്തായാലും വരുന്ന കാര്യമാണ്. അങ്ങനെ ലോസൊക്കെ സംഭവിച്ചു. ഞങ്ങൾ പുറത്തൊക്കെ പോയി. ഞാൻ നേരെ ഇന്ന് കളിക്കാൻ പോയി. കുറേ നാളായി ഇന്ന് കളിച്ചിട്ട്. എന്നും പോവും, ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടാവും. അങ്ങനെ ഇന്ന് പോയി അവിടെ ചെന്ന് ഫസ്റ്റ് തന്നെ പോയി അമ്പയറാണ്. ഞാനാണെങ്കിൽ പ്രൊഫഷണൽ അമ്പയറാണ്. രണ്ടാമത്തെ 6 കിട്ടിയിരിക്കും. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വ്ളോഗ് എൻ്റെ ഡൽഹി യാത്രയായിരിക്കും. സോ കീപ് വാച്ചിങ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വ്ളോഗ്സിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി.